നമസ്കാരം, ഞാൻ വൈദേഹി. DCN ഡീപ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. 23-കാരി സൗമ്യയുടെ കൊലപാതക കേസിലെ ജീവപര്യന്തം തടവുശിക്ഷയുള്ള പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ചു മണിക്കൂറുകൾക്കകം കിണറ്റിൽ ഒളിച്ചിരുന്ന നിലയിൽ പിടിയിൽ. കോട്ടയം സ്വദേശി സൗമ്യയെ 2011 ട്രെയിനിൽ നിന്നും തള്ളിപ്പുറത്തിട്ട് പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി 2025 ജൂലൈ 25 രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ 10 മണിക്കൂറിനുള്ളിൽ ഇയാൾ പോലീസ് പിടിയിലായി. സിനിമാ കഥകളെ വെല്ലുന്ന ആസൂത്രണമാണ് ഇയാൾ നടപ്പാക്കിയത്. 8 മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ജയിൽ ചാടിയത്. പകൽ സമയം ഉറങ്ങി, രാത്രി ഉറങ്ങാതെ കമ്പി മുറിച്ചു. ജയിലിൽ ഉണക്കാനിട്ടിരുന്ന മുണ്ടുകൾ കൂട്ടിക്കെട്ടി കയറാക്കിയാണ് മതിൽ ചാടിയത്. ദിവസങ്ങളായി ബിസ്ക്കറ്റ് കവറുകൾ സൂക്ഷിച്ചുവെക്കുന്ന ശീലവും ഇയാൾക്കുണ്ടായിരുന്നു. ജയില് ചാടുമ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗിൽ പിടിച്ചത് ബിസ്ക്കറ്റിന്റെ കവർ ഉപയോഗിച്ചായിരുന്നു. ജയിലിന്റെ ഇലക്ട്രിക് കോമ്പൗണ്ട് മതിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒറ്റക്കൈയും പല്ലും ഉപയോഗിച്ചാണ് തുണിയിലൂടെ കയറി ചാടിയത്. ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ചു കയറി, പിന്നീട് വായു ഉപയോഗിച്ച് തുണി കടിച്ചു പിടിക്കും, പിന്നെയും കയറും. ഇതായിരുന്നു രീതി. അഴി അറുക്കാൻ തുടങ്ങിയത് 4 മാസം മുമ്പാണെന്ന് ഗോവിന്ദചാമിയുടെ മൊഴിയിലുണ്ട്. വാർഡർമാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുന്നു. തൊട്ടു മുന്നിലെ മുറിയിലുണ്ടായിട്ടും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധ പരിശോധിക്കാൻ ഗ്ലാസും പ്ലേറ്റും പുറത്തെറിഞ്ഞ് പരീക്ഷിക്കും. വാർഡർമാർ ശബ്ദം കേൾക്കാറില്ല. കമ്പി നൂലുവണ്ണമായിട്ടും വാർഡർമാർ നോക്കിയില്ലെന്നും ഗോവിന്ദചാമി മൊഴിയിൽ പറയുന്നു. അധികൃതർ അറിഞ്ഞത് 5 മണിക്കൂർ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ലെന്ന് വിവരം മനസ്സിലായത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപര്യന്തം അനുഭവിക്കുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി. തുടർന്ന് 4 ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ ഉടൻ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വാർത്ത ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവയ്ക്കുകയും ചെയ്യൂ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം.